ഗൾഫിൽ ഇത്തവണ ഓണാഘോഷത്തിന്റെ കളറും ലെവലും വേറെയായിരുന്നു. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അവധി ദിവസമാണ് തിരുവോണം എത്തിയത്. UAE-യിൽ ഇന്ന് നബിദിനത്തിന്റെ പൊതു അവധിയാണെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് വാരാന്ത്യ അവധിയാണ്. ഇതോടെ പ്രവാസികളുടെ തിരുവോണം കെങ്കേമമായി. നാടിന് വെല്ലുന്ന ഓണാഘോഷ പരിപാടികളാണ് ഗൾഫിലെങ്ങും. പൂക്കളമിട്ടും സദ്യ വിളമ്പിയും പ്രവാസികൾ തിരുവോണം ഗംഭീരമാക്കി. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? സൂപ്പർ ആയിട്ടുണ്ട്. നാട്ടിലൊരു അന്തരീക്ഷം കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണാഘോഷം? അടിപൊളിയാണ്. സദ്യ എങ്ങനെയുണ്ട്? സദ്യ എങ്ങനെയുണ്ട്? സൂപ്പർ. ഓണ ദിവസം ദുബായ് നഗരത്തിന്റെ പലയിടത്തും പതിവില്ലാത്ത വിധം മുണ്ടുടുത്തവരും സെറ്റ് സാരി ചുറ്റിയവരും നിറയും. ഗൾഫിൽ മുണ്ടിന്റെ കൂടി ആഘോഷമാണ് ഓണം. നല്ലൊരു രസമാണ്. ഈ ഒരു ഓണത്തിനൊരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മുണ്ടെടുത്ത് പിന്നെ ഒന്ന് പുറത്തിറങ്ങി എല്ലായിടത്തും ഒന്ന് പോയി നടന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ആദ്യം വന്നപ്പോൾ ആരും മുണ്ടെടുത്തിട്ടില്ല, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കാണോ എന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാർ മുണ്ടെടുത്തിട്ടുണ്ട്. ആട്ടവും പാട്ടും മാത്രമല്ല, ഓണക്കാലത്ത് ക്ഷേത്രകലകളായ കഥകളിയും ചാക്യാർകൂത്തും വരെ ഗൾഫിലെത്തും. ഓർമ്മകളിൽ ഊഞ്ഞാലാടാൻ ഓണ ഊഞ്ഞാൽ വരെ ഒരുക്കിയാണ് ദുബൈയിലെ ഹോട്ടലുകൾ ആഘോഷത്തെ വരവേറ്റത്. ദുബൈയിലെ ആഘോഷം ആദ്യമൊക്കെ മിസ് ചെയ്തിരുന്നു. പിന്നെ ദുബൈയിലെ ആഘോഷം അങ്ങ് കളറായി. അപ്പോൾ നാട്ടിലെ ആഘോഷങ്ങളൊന്നും നമ്മളിപ്പോൾ മിസ് ചെയ്യാറില്ല. ശരിക്കും ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണല്ലോ ഇപ്പോൾ. ദുബൈയിലെ ഓണം വേറെ മൂഡാണ്, വേറെ ലെവലാണ്. യാസിർ അറഫാത്തിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്. സംസ്ഥാന വ്യാപകമായി പല സമരങ്ങൾക്കും തിരുവോണ ദിനം സാക്ഷിയായി. മലപ്പുറത്തും പാലക്കാടും തിരുവനന്തപുരത്തും വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരങ്ങൾ നടന്നു. ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം 209ാം ദിവസത്തിലാണ്. മലപ്പുറം കലക്ട്രേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികളും പട്ടിണി സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ സമരങ്ങളാണ് തിരുവോണ ദിനത്തിൽ അരങ്ങേറിയത്. ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം 209ാം ദിവസത്തിലെത്തി. സമരപ്പന്തലിന് സമീപത്ത് പൂക്കളമൊരുക്കിയും സമരപ്പന്തൽ പൂക്കളാൽ അലങ്കരിച്ചുമാണ് ആശമാർ തിരുവോണത്തെ വരവേറ്റത്. ഓണം എല്ലാവർക്കും. പക്ഷേ ആശമാരുടെ ജീവിതം ഹാപ്പിയല്ല. സമരം നാളെ 7 മാസം പൂർത്തിയാവുകയാണ്. ഈ ദിവസം പോലും സർക്കാരിന് ഒരു പരിഗണന ഇല്ല എന്നുള്ളതാണ് വസ്തുത. വളരെ നിസ്സാരമായ മിനിമം കൂലിയാണ് ആവശ്യപ്പെടുന്നത്. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ ആശമാർക്ക് ഓണസദ്യ ഒരുക്കി. പുന്നമടക്കായലിൽ വീണേ കുഞ്ചിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് സ്ഥലം നൽകിയിട്ട് പണം ലഭിക്കാത്തവരും നേമം സഹകരണ ബാങ്കിലെ നിക്ഷേപ കൂട്ടായ്മയും KSRTC പെൻഷൻകാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. കർഷക കോൺഗ്രസിന്റെ ക്ലബ് ഹൗസ് മാർച്ച് നടക്കുന്നതിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായി DGP എത്തിയത്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ചിട്ടുള്ള പട്ടിണി സമരത്തിന്റെ ഭാഗമായാണ് കർഷക കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് നേതാവ് MM ഹസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികൾ പട്ടിണി സമരം നടത്തി. സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി ആവശ്യപ്പെട്ട് മാസങ്ങളായി ഇവർ ഇവിടെ സമരത്തിലാണ്. പാലക്കാട് നെന്മാറ ഒലിപ്പാറ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അയിലൂർ പഞ്ചായത്ത് UDF അംഗങ്ങൾ പട്ടിണി സമരം നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ, തിരുവനന്തപുരം.
ഇന്ത്യയും റഷ്യയും പരിഹസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും ഇരുണ്ട ചൈനയുടെ പക്ഷത്തേക്ക് മാറിയെന്നും 3 രാജ്യങ്ങൾക്കും സമൃദ്ധി ഉണ്ടാകട്ടെ എന്നുമാണ് ട്രംപിന്റെ പരിഹാസം. അടിയന്തര ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ